മഹാഭാരത ചരിത്രത്തിലൂടെ ഒരു തീർത്ഥാടന യാത്ര. ഈ തീർത്ഥാടന യാത്രയിലേക്ക് ബഡ്ജറ്റ് ടൂറിസം സെൽ KSRTC എല്ലാ തീർത്ഥാടകരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. മഹാഭാരത കാലത്ത് പാണ്ഡവർ അജ്ഞാതവാസം നടത്തിയിരുന്നു എന്ന് ഐതിഹ്യം പറയുന്ന പാണ്ഡവൻ പാറയുള്ള ചെങ്ങന്നൂരിൽ നിന്നും ആരംഭിക്കുന്ന ഈ തീർത്ഥാടന യാത്രയിൽ ധർമ്മ സംസ്ഥാപനാർത്ഥം അവതരിച്ച ശ്രീകൃഷ്ണനെ തൃച്ചിറ്റാറ്റിലും ദുഷ്ടനിഗ്രഹാർത്ഥം അവതരിച്ച ശ്രീകൃഷ്ണനെ തൃപ്പുലിയൂരിലും മുരളിയൂതി ഗോക്കളെ മേയിക്കുന്ന ഗോശാലകൃഷ്ണനെ തിരുവൻവണ്ടൂരിലും സർവോപനിഷത് സാര സർവസ്വമായ ഗീത ഉപദേശിച്ച ഭഗവാന്റെ ദിവ്യരൂപത്തെ തിരുവാറന്മുളയിലും കണ്ടു തൊഴുത് തിരുവാറന്മുളയപ്പന്റെ തിരുവോണത്തോണിയും പള്ളിയോടങ്ങളും കണ്ട് വള്ളസദ്യയും കഴിച്ച് ആറന്മുളയുടെ സ്വന്തം ലോഹക്കണ്ണാടിയും കണ്ട് നമ്മൾ യാത്ര തുടരുകയാണ്. കവിയോ തൃക്കാക്കുടി ഗുഹാക്ഷേത്രത്തിലൂടെ അഗ്നിഭഗവാനിൽ നിന്ന് ലഭിച്ച അത്ഭുത നാരായണ വിഗ്രഹം തൃക്കൊടിത്താനത്തും തൊഴുത് പാണ്ഡവർക്കാവ് ദേവീക്ഷേത്രത്തിൽ അവസാനിക്കുമ്പോൾ നമ്മൾ ഭക്തിയുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാകുകയാണ്. ഭാരതത്തിൽ തന്നെ അപൂർവമാണ് പഞ്ചപാണ്ഡവർ പ്രതിഷ്ഠിച്ച ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളും ഗുഹാക്ഷേത്രങ്ങളും. അന്യസംസ്ഥാനങ്ങളിലുള്ള ധാരാളം ഭക്തർ ഇവിടെ ദർശനത്തിനായി എത്താറുണ്ട്. ഭാരതത്തിലെ എണ്ണം പറഞ്ഞ 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ 5ഉം ചെന്തമിഴ് സാഹിത്യത്തിലെ വൈഷ്ണവ ഭക്ത കവികളുടെ ഗുരുവായി തന്നെ കരുതിവരുന്ന നമ്മാഴ്വാർ തന്നെ സ്തുതിച്ചിട്ടുള്ള മലയനാട്ടിലെ 11 തിരുപ്പതികളിൽ ഉൾപ്പെട്ടതുമാണ് ഈ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങൾ. 5 വൈഷ്ണവ ക്ഷേത്രങ്ങളെന്നും ഇതറിയപ്പെടുന്നു. മധ്യ തിരുവിതാംകൂറിലെ ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി താലൂക്കുകളിലാണ് പാണ്ഡവക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. തൃച്ചിറ്റാറ്റ്, തിരുപ്പുലിയൂർ, തിരുവാറന്മുള, തിരുവൻവണ്ടൂർ, തൃക്കൊടിത്താനം എന്നിവയാണ് ഈ പാണ്ഡവക്ഷേത്രങ്ങൾ. ധർമ്മപുത്രർ ഭീമസേനൻ, അർജുനൻ, നകുലൻ, സഹദേവൻ എന്നിവർ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്നതാണ് സങ്കല്പം. 5 ക്ഷേത്രങ്ങളും ഒരേ ദിവസം ദർശനം നടത്തിയാൽ മുക്തി അഥവാ മോക്ഷം ലഭിക്കുമെന്നും ഒരു വിശ്വാസമുണ്ട്. വനവാസക്കാലത്ത് പാണ്ഡവർ ചെങ്ങന്നൂരും പരിസരത്തുമായി വസിച്ചിരുന്നു എന്നും അജ്ഞാതവാസം ആരംഭിക്കുന്നതിനു മുൻപ് ഭൃഗുമഹർഷിയുടെ ഉപദേശപ്രകാരം പാണ്ഡവർ പൂജിച്ചിരുന്ന 5 വിഷ്ണു വിഗ്രഹങ്ങൾ 5 ഇടങ്ങളിലായി പ്രതിഷ്ഠിച്ചു എന്നതുമാണ് ഐതിഹ്യം.